2017 ജൂൺ 3-നാണ് അതിജീവിതയുടെ മൊഴി കോടതി രേഖപ്പെടുത്തുന്നത്. അതിക്രൂരമായ പീഡനത്തിന് ശേഷം അവർ ഏറെ ക്ഷീണിതയായിരുന്നു. മാനസികവും ശാരീരികവുമായും അവർ ഏറെ അസ്വസ്ഥയായിരുന്നു. മെൻ്റൽ കണ്ടീഷനൊക്കെ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്ത് അവരുടെ ഇത്തരത്തിലുള്ള വൈകാരിക തലങ്ങളൊക്കെ പരിഗണിച്ച് തന്നെയാണ് കോടതി മൊഴി രേഖപ്പെടുത്തിയത്. ഈ സംഭവം നടന്നതിന് ശേഷം 2 മാസത്തോളം താൻ സ്കോട്ട്ലൻഡിലായിരുന്നു എന്ന് അതിജീവിത തന്നെ പറയുന്നുണ്ട്. തൻ്റെ മാനസിക നില തന്നെ തെറ്റിപ്പോകുമെന്ന അവസ്ഥയിലായിരുന്നു. മെൻ്റലി എല്ലാം ഓക്കെ ആയിട്ട് പ്രിപ്പയർഡ് ആവാനും ഒക്കെയായിട്ട് അവർ സ്കോട്ട്ലൻഡ് എന്ന രാജ്യത്ത് 2 മാസത്തോളം താമസിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ഇവിടെ പ്രധാനമായി നമ്മൾ കാണേണ്ടത് മൊഴി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അതിജീവിത പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ആകെയുള്ള ഒരു ശത്രു നടൻ ദിലീപാണ്. തന്നെ ശത്രുവായി കാണുന്ന ആളും ദിലീപ് തന്നെയാണ്. കാരണം സിനിമ ഇൻഡസ്ട്രിയിലോ മറ്റ് വ്യക്തിപരമായോ മറ്റേതെങ്കിലും സ്ഥലത്തോ തനിക്ക് ശത്രുക്കൾ ഇല്ലാത്ത ഒരാളാണ്. ഏക ശത്രു ദിലീപ് ആണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആക്രമിച്ച ഈ സംഭവങ്ങളെല്ലാം നടന്നപ്പോൾ തന്നെ ഇതിനു പിന്നിൽ ദിലീപ് ആയിരുന്നു എന്നതിന് വ്യക്തമായ ഒരു അറിവ് തനിക്കുണ്ടായിരുന്നു. അത്തരം ചില പരാമർശങ്ങൾ ആക്രമിച്ചവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ തനിക്ക് ഈ കാര്യത്തിൽ ഒരു ബോധ്യമുണ്ടായിരുന്നു എന്ന് അതിജീവിത പറയുന്നുണ്ട്. ഈ കാര്യം പിന്നീട് സഹോദരനോട് പങ്കുവെക്കുകയും മറ്റും ചെയ്തു. അതായത് ഇതിൻ്റെ പ്രധാന കാരണമായി തനിക്ക് മനസ്സിലായത് അന്ന് തന്നെ മഞ്ജു വാര്യറും ദിലീപുമായുള്ള വിവാഹബന്ധം തകർന്നതിനു പിന്നിൽ താനാണ് എന്നുള്ള ദിലീപിൻ്റെ തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസമാണ്. ഈ ഒരു കാര്യത്തിൽ തനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു എന്ന് കോടതിയിൽ നടി മൊഴിയായി പറയുന്നു. പക്ഷേ ഈ സിനിമയിൽ വന്ന കാലം മുതൽക്ക് തന്നെ തനിക്ക് ദിലീപും കാവ്യയുമായിട്ടുള്ള ബന്ധം അറിയാം. ഇത് സിനിമയിലൊക്കെ പാട്ടായ കാര്യമാണ്. സിനിമാ ഫീൽഡിൽ ഈ ബന്ധം അറിയാത്തവരായി ആരുമില്ല എന്നും അതിജീവിത വളരെ കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ നടനോടൊപ്പം 7-8 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ദിലീപുമായി വളരെ അടുപ്പമുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു ഞാൻ. ആ സമയത്തെല്ലാം ഈ അവിഹിതം ചർച്ചയായ ഒരു വിഷയമാണ്. പലരും കളിയാക്കി ചിരിക്കാറുണ്ടായിരുന്നു, പലരും കളിയായി പറയാറുമുണ്ടായിരുന്നു. 2010 ശേഷം നിരവധിയായ സ്റ്റേജ് ഷോകൾ ദിലീപുമൊത്ത് താൻ നടത്തിയിരുന്നു. അതിൽ അമേരിക്കൻ ഷോയും ഉണ്ടായിരുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലായി നിരവധി ഷോകൾക്ക് തന്നെ കൂടെ ദിലീപ് വിളിച്ചിരുന്നു. കാരണം ആ അടുപ്പം നിലനിന്നുകൊണ്ട് തന്നെയാണ് അത്തരം ഷോകളുടെ ഭാഗമാകാൻ ദിലീപ് തയ്യാറാകുന്നത്. താൻ മാത്രമായിരുന്നില്ല, ദിലീപിനൊപ്പം അന്ന് നായികമാരായി അഭിനയിച്ചിരുന്ന നടിമാരുമുണ്ട്. ഏതാണ്ട് 5ഓളം ആളുകൾ. താനല്ലാതെ മൊത്തം 6 പേരാണ്. 5ഓളം ആളുകൾ കൂടിയുണ്ട്. ഇവരൊക്കെ ചേർന്നുള്ള സ്റ്റേജ് ഷോകൾ ഇത്തരം രാജ്യങ്ങളിലൊക്കെ വലിയ ഹിറ്റുകൾ ആയിരുന്നു. 2011 അമേരിക്കൻ സ്റ്റേജ് ഷോ ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് ആയി പറയപ്പെടുന്നത്. അവിടെ നാദിർഷ, ദിലീപ്, കാവ്യ, ഭാമ, ഒപ്പം കാവ്യയുടെ അമ്മ എന്നിവർ ഈ സ്റ്റേജ് ഷോയുടെ ഭാഗമായി 30 ദിവസത്തോളം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ഒപ്പം റിമി ടോമിയും ഈ സ്റ്റേജ് ഷോയുടെ ഭാഗമായിരുന്നു. കാവ്യ മാധവനും റിമി ടോമിയും സ്ഥിരമായി തൻ്റെ മുറിയിൽ എത്തുകയും താനുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും ചെയ്ത 2 പേരാണ് അവർ. സ്ഥിരമായി തൻ്റെ മുറിയിൽ എത്തുമായിരുന്നു. ഒരു ദിവസം താനും റിമി ടോമിയും സംസാരിച്ചു കൊണ്ടിരിക്കെ കാവ്യ മാധവനും ദിലീപും കൂടി റൂമിലേക്ക് വന്നു. ഞങ്ങളോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് പതിവ്. മനസ്സിലൊരു വിഷമമുണ്ടെങ്കിലും ഞാൻ പുറത്തേക്ക് പോവാറാണ് പതിവ്. ഒരു ദിവസം ഞാൻ കണ്ട കാഴ്ച ബാത്റൂമിൽ കയറി 2 പേരും വാതിലടിക്കുന്നതാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഇരുവർക്കും യാതൊരു കൂസലുമില്ലായിരുന്നു. ആരും ഈ സംഭവത്തെ എതിർക്കാനോ പുറം ലോകം അറിയിക്കാനോ തയ്യാറായിരുന്നില്ല. കേവലം മഞ്ജു വാര്യർ പോലും ഈ പരസ്യമായ രഹസ്യം അറിഞ്ഞിരുന്നില്ല. ആരും പുറത്തു പറയാത്തതിൻ്റെ കാരണം ഭയം കൊണ്ട് തന്നെയാണ്. പിന്നീട് ഇവർ ഷോ എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തുന്നു. തുടർന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ തന്നോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അന്ന് ഗീതു മോഹൻദാസും മഞ്ജു വാര്യറും സംയുക്ത വർമ്മയുമൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയുമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ്റെ സാക്ഷികളാണ്. ദിലീപിൻ്റെ പഴയൊരു ഫോണിൽ വെച്ച് കാവ്യമാധവനും ദിലീപും അയച്ച മെസ്സേജുകൾ കാണാനിടയാകുകയും തനിക്കുണ്ടായ ഈ ഒരു വിഷമ സന്ദർഭം തൻ്റെ കൂട്ടുകാരികളായ ഗീതു മോഹൻദാസിനോടും സംയുക്ത വർമ്മയോടും ഷെയർ ചെയ്യുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി നൽകാൻ അതിജീവിതയ്ക്ക് കഴിയുമെന്നും
ഇവർ 3 പേരും കൂടി അതിജീവിതയെ കാണാൻ വീട്ടിലെത്തുകയും ചെയ്തു. ദിലീപിന്റെ പഴയ ഫോണിൽ നിന്ന് കാവ്യ മാധവൻ അയച്ച മെസ്സേജ് തന്നെ കാണിക്കുകയും ചെയ്തു. തുടർന്ന് ആദ്യഘട്ടത്തിലൊക്കെ താൻ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായില്ല. മഞ്ജു ചേച്ചിയുടെ വിഷമം ആ മുഖത്ത് പ്രകടമായിരുന്നു. അല്പം ഒഴിഞ്ഞുമാറി അല്ലെങ്കിൽ വൈകാരികമായ രീതിയിലൊക്കെ തനിക്ക് കേട്ടപ്പോൾ എല്ലാം അറിയാമെങ്കിലും താൻ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണെങ്കിൽ പോലും എന്താണ് പറയേണ്ടത്, എന്താണ് ഇവരെ ബോധ്യപ്പെടുത്തേണ്ടത് എന്ന ചിന്തയൊക്കെ ആദ്യഘട്ടത്തിൽ വന്നു. ഞാൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ നാളെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നും ഞാൻ ഭയന്നിരുന്നു. അതായത് മഞ്ജു വാര്യറും ദിലീപും തമ്മിലുള്ള ബന്ധം മുലഞ്ഞു പോകുമോ എന്നുവരെ ഞാൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഒന്നും പറയാതെ തന്നെ ഞാൻ മടിച്ചു നിന്നു. ആദ്യ പ്രതിസന്ധിയിലായ തന്നെ അച്ഛനാണ് നിർബന്ധിച്ചത് അറിയുന്നതെന്തെങ്കിലും പറയണമെന്ന്. ഈ മെസ്സേജ് കൂടി കാണിക്കുകയും മറ്റു ചില കാര്യങ്ങൾ ഇവരുടെ ബന്ധവുമായി സംബന്ധിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുകയും ചെയ്തപ്പോഴേക്കും തനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ലാതായി. അപ്പോൾ കാര്യങ്ങൾ മുഴുവൻ മഞ്ജു വാര്യരോട് തുറന്നു പറയേണ്ടി വന്നു എന്നതാണ് നടി പറയുന്നത്. പിന്നീട് 2012 ഒരു യൂറോപ്യൻ ട്രിപ്പ് വന്നു. അതും ദിലീപ് ഷോ ആയിരുന്നു. ദിലീപും നടിമാരും ചേർന്നുള്ള നാദിർഷ അടക്കമുള്ള മറ്റു പല കലാകാരന്മാരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അവരെല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയൊരു ട്രിപ്പ് തന്നെയായിരുന്നു അത്. പക്ഷെ അതിൽ പങ്കെടുക്കുവാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതിന് പ്രധാന കാരണം ഈ വിഷയം തന്നെയാണ്. താൻ മഞ്ജു വാര്യരോട് തുറന്നു പറഞ്ഞ പല കാര്യങ്ങളും ദിലീപ് അറിഞ്ഞിരിക്കാം എന്ന ശങ്ക തനിക്ക് ഉണ്ടായിരുന്നു. ദിലീപും കാവ്യയും തൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള പല കാര്യങ്ങളും തനിക്കറിയാം. ഇവർ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് എന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ ഇരുവരും തൻ്റെ സുഹൃത്തുക്കളാണ്. ഇങ്ങനെയൊരു ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ല. എന്തോ എനിക്കതിനെക്കുറിച്ച് ചോദിക്കാൻ പോലും ഒരിക്കലും തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ട്രിപ്പിൽ പങ്കെടുക്കാൻ ഞാൻ താല്പര്യം കാണിക്കാതിരുന്നത്. പക്ഷെ നേരത്തെ കമ്മിറ്റ് ചെയ്തതിനാൽ, അതായത് കോൺട്രാക്റ്റൊക്കെ വെച്ച് അഡ്വാൻസൊക്കെ വാങ്ങി അവരുടെ ഷോ ആയതിനാൽ പങ്കെടുക്കാതെ നിർവാഹമില്ലാതായി. അതുകൊണ്ട് തന്നെ ആ ഷോയിൽ പങ്കെടുക്കേണ്ടിയും വന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ദിലീപ് തൻ്റെ അടുത്ത് വന്നിട്ട് മഞ്ജു വാര്യരോട് താനും കാവ്യയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ തുറന്നു പറഞ്ഞോ? ഞാനത് പ്രതീക്ഷിച്ചെങ്കിലും പെട്ടെന്ന് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ വല്ലാതെ പതറിപ്പോയി. തൊണ്ടയിലെ വെള്ളം വറ്റിപ്പോയതുപോലെ. പെട്ടെന്ന് കേട്ടപ്പോൾ ഒന്ന് സ്റ്റക്കായി. പിന്നീടത് വീണ്ടെടുത്തു ധൈര്യം സംഭരിച്ച് ഞാൻ പറഞ്ഞു. പറയേണ്ടി വന്നു. സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും മഞ്ജു വാര്യറുമൊക്കെ തൻ്റെ വീട്ടിൽ വന്നിരുന്നു. തനിക്കറിയാമെന്നുള്ള തെളിവുകളൊക്കെ കാണിച്ചപ്പോൾ തനിക്കത് പറയേണ്ടി വന്നു. നിർവാഹമില്ലാതായി എന്നുള്ള മറുപടിയാണ് കൊടുത്തത്. ഈ ബസ്സിൽ കാവ്യയുടെ അമ്മയും ഉണ്ടായിരുന്നു. മഞ്ജു വാര്യർ കാവ്യയുടെ അമ്മയോടും സംസാരിച്ചിരുന്നതായിരുന്നല്ലോ. തനിക്കും പറയേണ്ടി വന്നെന്ന് ആ അമ്മയും പറഞ്ഞു. ദിലീപിന് അതുവരെ കണ്ട മുഖമായിരുന്നില്ല പിന്നീട്. മഞ്ജുവിനോട് പറഞ്ഞ കാര്യങ്ങളൊന്ന് മാറ്റി പറയണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒരുപാട് പടങ്ങൾ ചെയ്യാം. 1-2 പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനും നീയും തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് മഞ്ജുവിന് ബോധ്യപ്പെടും. അതുകൊണ്ട് എൻ്റെ 1-2 സിനിമകളിലൊക്കെ നിനക്ക് അവസരം തരാം. അതുകൊണ്ട് മഞ്ജുവിനോട് ഇത്തരം കാര്യങ്ങൾ മാറ്റി പറയണം എന്ന് ദിലീപ് പറഞ്ഞു. എന്നിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെ മാറ്റി പറഞ്ഞില്ലെങ്കിൽ, എനിക്കൊപ്പം നിന്നില്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താക്കും. കാരണം എനിക്കെതിരെ നിൽക്കുന്ന ആരും സിനിമാരംഗത്ത് വാഴില്ല എന്നുള്ള ഭീഷണി സ്വരത്തിലുള്ള ദിലീപിൻ്റെ ഒരു സംസാരവും ഈ ഘട്ടത്തിലുണ്ടായി. അന്ന് താൻ ദിലീപിൻ്റെ വല്ലാത്തൊരു മുഖവും ഭാവവും കണ്ടതാണ്. പക്ഷേ മഞ്ജു വാര്യരോട് ആ കാര്യം മാറ്റിപ്പറയാൻ താൻ പോയിട്ടില്ല. തൻ്റെ മനസാക്ഷിക്ക് ചേർന്നതായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏക ശത്രു എന്ന് പറയുന്നത് ദിലീപാണ്. ഇതാണ് കോടതിയിൽ ദിലീപിനെ കുറിച്ച് അതിജീവിത സമർപ്പിച്ച മൊഴി.